കഴിഞ്ഞ തിങ്കളാഴ്ച റുവാണ്ടിൽ നിന്ന് അവധിക്ക് വന്നൊരു സിസ്റ്റർ എന്നെ കാണാൻ വന്നു. എനിക്ക് 4 മാങ്ങ സമ്മാനമായിട്ട് തന്നു. 8 വർഷം മുമ്പ് റുവാണ്ടിൽ ഞാൻ ഇവരുടെ കോൺവെൻറ്റിൽ പോയപ്പോൾ അവരുടെ മുറ്റത്തൊരു മാവ് നട്ടിരുന്നു. ആ മാവ് പൂത്ത് അതിൻ്റെ മാങ്ങയാണ് കൊണ്ടുവന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ നട്ട മാവ് പൂത്തത് കൊണ്ടല്ല, ആ സിസ്റ്റർ ആ മാങ്ങ അവിടെ നിന്ന് ഇത്രയും ദൂരം ഫ്ലൈറ്റിൽ ക്യാരി ചെയ്ത് കൊണ്ടുവന്നല്ലോ എന്ന് ഓർത്തിട്ടാണ് കൺസേൺ. 2 ദിവസം മുമ്പ് ഇറ്റലിയിൽ നിന്ന് അവധിക്ക് വന്ന ഒരാളെന്നെ കാണാൻ വന്നു. എനിക്ക് അദ്ദേഹത്തെ പരിചയമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഞാൻ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത്, അച്ഛൻ്റെ സ്വകാര്യം ഞാൻ കേൾക്കാറുണ്ട്, അപ്പോൾ എനിക്ക് നാട്ടിൽ അവധിക്ക് വരുമ്പോൾ അച്ഛനൊരു സമ്മാനം തന്നെയെന്ന് തോന്നി. അപ്പോൾ എന്ത് സമ്മാനം തരുന്നു ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരച്ഛൻ ബൈക്കിൽ കഴുത്തിലൊരു ചെയിനൊക്കെ ഇട്ട് രോഗികൾക്ക് പരിശുദ്ധ കുർബാന കൊടുക്കുന്ന പിക്സുമായിട്ട് പോകുന്നുണ്ടപ്പോൾ എനിക്ക് തോന്നി അച്ഛനൊരു പിക്സ് തന്നെ വന്നു. അങ്ങനെ ഗോൾഡൻ ചെയിനൊക്കെ ഉള്ളൊരു പിക്സാണ് അദ്ദേഹം എനിക്ക് സമ്മാനമായിട്ട് തന്നത്. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈശോ ഗോസ്പലിലൂടെ നമുക്ക് നൽകുന്ന അത്തരം മോട്ടിവേഷണൽ ടോക്കൊന്നുമല്ല. ഈശോ ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോൾ നിങ്ങളൊന്നും എടുക്കണ്ട, നിങ്ങൾ പണം എടുക്കണ്ട, സഞ്ചി എടുക്കണ്ട, പിന്നെ ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് ഞാൻ നിങ്ങളെ പറഞ്ഞു വിടുന്നത്. അവിടെ ചെല്ലുമ്പോൾ ചില വീട്ടുകാർ, ചില നാട്ടുകാർ പോലും ചിലപ്പോൾ നിങ്ങളെ സ്വീകരിക്കില്ല, പൊടി തട്ടിങ്ങോട്ട് പോരും. പിന്നെ നിങ്ങൾ നാടുവാഴികളുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും, നിങ്ങൾ കോറിലേക്ക് വലിച്ചെടുക്കപ്പെടും, ചിലപ്പോൾ നിങ്ങൾ കൊന്നുകളയും. ഇന്നത്തെ ഗോസ്പലിൽ വെച്ച് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടാവും, എൻ്റെ പേരിൽ നിങ്ങളുടെ വീട് തന്നെ ഡിവൈഡ് ചെയ്യപ്പെടും, അപ്പനും മക്കളൊക്കെ എതിരാവും. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു കംഫർട്ടിങ് വാക്ക് ഈശോ പറയുന്നുണ്ട്, എൻ്റെ ശിഷ്യനെന്ന നിലയിൽ നിങ്ങൾക്ക് 1 ഗ്ലാസ് വെള്ളം തരുന്നവന് പ്രതിഫലം ലഭിക്കും. ഈശോ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നോക്കിയേ. ഇത്രയൊക്കെ അഡ്വേഴ്സിറ്റീസും ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളെ സഹായിക്കുന്ന ചില ആൾക്കാരെ ഈശോ ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്. ഈശോയെ പറയുന്നത് അത് ഒരു അൽമായനാവട്ടെ, ഒരു സന്യാസിയാവട്ടെ, ഒരു അച്ഛനാവട്ടെ, നമ്മുടെ വഴിയിലുടനീളം ഇങ്ങനെ നമ്മളെ കരുതാൻ ഈശോ എത്ര പേരെയാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എമേസിങ് അല്ലേ?